കൃപാസന മാതാവിനും തിരുക്കുമാരനും ആയിരം നന്ദി. ഞങ്ങൾ പാലാ രൂപതാംഗവും പൈസ് മൗണ്ട് മേലുകാവിനടുത്ത് പൈസ് മൗണ്ട് ഇടവകാംഗവുമാണ്. എൻ്റെ പേര് ഫ്രിൻസോ മാത്യു കല്ലക്കാവുങ്കൽ. എൻ്റെ ഭാര്യ ചിത്ര, മോൻ മാത്തുക്കുട്ടി. ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലൂടെ ലഭിച്ച ഒരു വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ അഭിഭാഷകനായിട്ട് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു, നോട്ടറി പബ്ലിക്കുമാണ്. അതുപോലെ എൻ്റെ വൈഫ് ചിത്ര ഇവിടെ മാരാരിക്കുളം, ആലപ്പുഴ ജില്ലയിൽ മാരാരിക്കുളം ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ യോഗ നാച്ചുറോപ്പതി മെഡിക്കൽ ഓഫീസറായിട്ടും ജോലി ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞ് 14 വർഷം ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ലീഡിംഗ് ഹോസ്പിറ്റലുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സകൾ നടത്തിയുണ്ടായി. വൈദ്യശാസ്ത്രപരമായി ഞങ്ങളോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് സെറോഗസി വാടക ഗർഭപാത്രത്തിലൂടെ മാത്രമേ ഒരു കുഞ്ഞ് ജനിക്കുകയുള്ളൂ. ഒരു അവസരത്തിലാണ് ഞങ്ങൾ കൃപാസനത്തിലേക്ക് കുറിച്ച് അറിയുന്നത്. അങ്ങനെ അറിയാനുണ്ടായിട്ടൊരു സാഹചര്യവും 2018 ചിത്രയ്ക്ക് മാരാരിക്കുളം ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസറായിട്ട് നിയമനം ലഭിക്കുകയുണ്ടായി. ഈ മാരാരിക്കുളം ഈ നമ്മുടെ കൃപാസനമായിട്ട് ഒരു 5 കിലോമീറ്റർ അത്ര തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അങ്ങനെയാണ് ഈ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് നമുക്ക് അറിവ് ലഭിച്ചത്. അതിനു മുമ്പ് തന്നെ ഞങ്ങളുടെ ചികിത്സാ രീതികളെക്കുറിച്ച് സാക്ഷ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയട്ടെ. 2009 ഞങ്ങളുടെ വിവാഹം. 2009 വിവാഹത്തിന് ആദ്യ 2-3 മാസത്തിനുള്ളിൽ തന്നെ പ്രഗ്നൻ്റായി. അത് ട്യൂബിൽ പ്രഗ്നൻ്റായിരുന്നു. ഫലോപ്പിയൻ ട്യൂബിൽ പ്രഗ്നൻ്റായി ആ ട്യൂബ് റിമൂവ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം പിന്നീട് ട്രീറ്റ്മെൻറ്റുകളിൽ കണ്ടെത്തി മറ്റേ ട്യൂബും അത് ബ്ലോക്കാണ്. അപ്പോൾ അതിനെ തുടർന്ന് ഡോക്ടർമാർ ഞങ്ങളോട് നിർദ്ദേശിക്കുകയുണ്ടായി, ട്യൂബ് 2ഉം ബ്ലോക്കാണ്, ഇനി നിങ്ങൾക്ക് ഉള്ളൊരു സാധ്യത IVF ചികിത്സയാണ്. അങ്ങനെ ഞങ്ങൾ കേരളത്തിലെ ഏറ്റവും മികച്ച ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റലിൽ IVF ചികിത്സയ്ക്ക് വിധേയമായി. ആദ്യം IVF ചികിത്സ നടത്തി. അന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, പണമുണ്ടെങ്കിൽ നമ്മുടെ പ്രതിസന്ധികളെല്ലാം പരിഹരിക്കപ്പെടും. അങ്ങനെ ആദ്യം ഞാൻ വിശ്വസിച്ചു, കുഞ്ഞുണ്ടാകുന്നതിന് IVF ചികിത്സയിലൂടെ ട്രീറ്റ്മെൻറ്റിലൂടെ ഞങ്ങൾ കടന്നുപോയി. ആദ്യത്തെ തവണ IVF നടത്തി, പരാജയപ്പെട്ടു. അപ്പോൾ രണ്ടാമത്തെ തവണ ആദ്യത്തെ IVF ചികിത്സയിൽ അവർ കണ്ടെത്തിയ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് രണ്ടാമതും IVF ചികിത്സ, ടെസ്റ്റ് ട്യൂബ് ചികിത്സ ഞങ്ങൾ നടത്തി. അതും പരാജയപ്പെട്ടു. മൂന്നാമത് അവർ കണ്ടെത്തി, ഈ ടെസ്റ്റ് ട്യൂബ് ശിശു ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുമ്പോൾ ഗർഭപാത്രത്തിൻ്റെ ലൈനിങ് കൃത്യമായിരിക്കണം. അല്ലെങ്കിൽ ആ ലൈനിങ് കൃത്യമല്ലെങ്കിൽ അവിടെ ആ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചാലും അത് ഒരു പ്രഗ്നൻസിയിലേക്ക് വരികയില്ല. മൂന്നാമത്തേത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ. അതായത് ഗർഭപാത്രം ഒരു ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ സ്വീകരിക്കാവുന്ന തരത്തിലുള്ള എല്ലാ മോഡേൺ ചികിത്സകളും നടത്തിയതിന് ശേഷം IVF നടത്തി. അതും പരാജയപ്പെട്ടു. പിന്നീട് ഡോക്ടേഴ്സ് ഞങ്ങളോട് പറയുകയുണ്ടായി, ഇനി നിങ്ങൾക്ക് ഈ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ സാധ്യതയില്ല. അതിനടുത്ത ഒരു ഓപ്ഷൻ വൈദ്യശാസ്ത്രപരമായിട്ട് നിങ്ങളുടെ മുമ്പിലുള്ളത് സെറോഗസി, വാടക ഗർഭപാത്രം. നമുക്ക് വേണ്ടി വേറൊരു സ്ത്രീയുടെ ഗർഭപാത്രം ഉപയോഗിച്ച് ഒരു പ്രഗ്നൻസിയിലേക്ക് ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുന്ന ഒരു സംവിധാനം. അതാണ് സെറോഗസി എന്നുള്ള വാടക ഗർഭപാത്രം മാത്രമാണ് ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നത്. ആ അവസരത്തിലാണ് ചിത്രയ്ക്ക് ഈ മാരാരിക്കുളത്തേക്ക് മെഡിക്കൽ ഓഫീസറായിട്ട്, യോഗ നാച്ചുറോപ്പതിയുടെ മെഡിക്കൽ ഓഫീസറായിട്ട് ജോലി ലഭിക്കുന്നത്. അങ്ങനെയാണ് അന്ന് ഞങ്ങൾ ചിത്ര എറണാകുളത്ത് നിന്ന് പോയി വരികയാണ്.
എറണാകുളത്തുനിന്ന് എടപ്പള്ളിയിൽ നിന്നും ഇവിടെ വരുന്നു, ജോലി കഴിഞ്ഞ് തിരിച്ച് എറണാകുളത്തിന് വരുന്നു. അങ്ങനെ ആണ് ആദ്യമായിട്ട് ഈ കൃപാസനത്തെക്കുറിച്ചൊരു അറിവ്. കാരണം എറണാകുളത്തുനിന്ന് ധാരാളം ആളുകൾ ബസ്സിൽ ഈ കൃപാസനത്തിലേക്ക് വരുന്നത്. കാരണം ചിത്ര ഇറങ്ങുന്ന ബസ് സ്റ്റോപ്പ് കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പാണ് ഈ നമ്മുടെ കൃപാസനത്തിൻ്റെ ബസ് സ്റ്റോപ്പ്. അങ്ങനെ വരുമ്പോൾ ധാരാളം ആളുകൾ ബസ്സിൽ ഈ കൃപാസനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവർ ചിലർ കൃപാസനത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ പങ്കുവെക്കുന്നു. അങ്ങനെ 2020 ഞങ്ങൾ ചിത്ര ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. 2020 ജനുവരിയിൽ ചിത്ര ഉടമ്പടി എടുക്കുന്നു. ഉടമ്പടിയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട കാര്യം വെച്ചിരുന്നത് ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണം. വൈദ്യശാസ്ത്രം ഞങ്ങളെ കൈവിട്ടിരിക്കുന്നു. കാശുണ്ടായി എത്ര ലക്ഷം മുടക്കിയിട്ടും ഞങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടില്ല. ലക്ഷങ്ങൾ ട്രീറ്റ്മെൻറ്റിന് മുടക്കി. ആ ലക്ഷങ്ങളിലൊന്നും ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല, അതിൻ്റെ ഉത്തരം ലഭിക്കുന്നില്ല. അങ്ങനെയാണ് 2020 ജനുവരി മാസത്തിൽ ഞങ്ങളിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നു. ഈ ഉടമ്പടി എടുത്തും 2020 ജനുവരിയിൽ ഉടമ്പടി എടുത്തു. അത് പിന്നെ പുതുക്കി 2021 പുതുക്കി, 2022 23 വരെ ഞങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഓർക്കും ഉടമ്പടി എടുത്താൽ മാതാവ് ഉടനെ അത്ഭുതം തരും. പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് 3 വർഷം വെയിറ്റ് ചെയ്തു. ഉടമ്പടി കണ്ടിന്യൂ ചെയ്ത് മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആകസ്മികമായിട്ട് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് തന്നെ ആ ദിവസങ്ങളിലൊക്കെ 10 കിലോമീറ്ററിലധികം ചിത്ര സ്കൂട്ടർ ഓടിച്ചുകൊണ്ടാണ്, അതായത് മാരാരിക്കുളത്തേക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് സ്കൂട്ടറിൽ പോകാൻ വേണ്ടി ഇവിടെ ഹൈവേയിൽ കഞ്ഞിക്കുഴിയിൽ സ്കൂട്ടർ വെച്ചിട്ടുണ്ട്. എറണാകുളത്ത് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഹൈവേയിലേക്ക് വരാൻ 1 കിലോമീറ്റർ ദൂരമുണ്ട്. എറണാകുളത്ത് നിന്ന് എടപ്പള്ളി ഹൈവേയിലേക്കും സ്കൂട്ടറിലാണ് വരുന്നത്. അങ്ങനെ 2 സ്കൂട്ടറിൽ ദിവസം 10 കിലോമീറ്ററിലധികം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിലാണ് 2023 മെയ് മാസത്തിൽ എടപ്പള്ളിയിലിരിക്കുന്ന സ്കൂട്ടർ അന്ന് കേടായി. എടപ്പള്ളിയിൽ ഇരിക്കുന്ന സ്കൂട്ടർ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് സ്കൂട്ടർ കേടായി. നോർമലി സെൻട്രൽ സ്റ്റാൻഡിൽ വെച്ച് കിക്കർ ചവിട്ടി സ്റ്റാർട്ടാക്കി പിന്നെയും പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും സ്കൂട്ടർ കേടായി. അന്ന് വീട്ടിൽ വൈകിട്ട് വന്നപ്പോൾ ചിത്ര എന്നോട് പറയുകയുണ്ടായി, വയറിനൊരു പെയിൻ ഉണ്ട്. അപ്പം ഞാൻ ഓർത്തു സ്കൂട്ടർ കിക്കറെ ചവിട്ടി സ്റ്റാർട്ടാക്കിയതിനെ തുടർന്ന് വയറിൻ്റെ മസിൽ കയറിയതായിരിക്കും. നോർമലി ചിന്തിച്ചു പോയി. അങ്ങനെ വയറിന് മസിൽ കയറിയതാണെന്ന് ചിന്തിച്ച് പിറ്റേ ദിവസം ഒരു സംശയം, പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവ്. ഞങ്ങൾ ഉടനെ ഒരു ഹോസ്പിറ്റൽ ക്ലിനിക്കിൽ കാരണം നിലവിൽ ഞങ്ങൾക്ക് ഒരു ഫലോപ്പിയൻ ട്യൂബ് ഇല്ല, മറ്റേ ഫലോപ്പിയൻ ട്യൂബ് ബ്ലോക്ക്, നിലവിലുള്ള യൂട്രസിൽ ഒരിക്കലും ഇനി അങ്ങനെ അവിടെ ഒരു ഗർഭധാരണത്തിനുള്ള ഒരു ശേഷി ഇല്ല എന്ന് വൈദ്യശാസ്ത്രം വിലയിരുത്തി വിധി എഴുതിയിരിക്കുന്നതാണ് ഞങ്ങളെ. അങ്ങനെ വന്നപ്പോൾ ഇത് ഹോസ്പിറ്റലിലായിട്ടുള്ള ക്ലിനിക്കിൽ ഞങ്ങളിത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത് പോസിറ്റീവ് ആണ്, പ്രഗ്നൻസി ഗർഭപാത്രത്തിൽ തന്നെയാണ് എന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി. അതിലേറ്റവും വലിയൊരു അത്ഭുത സാക്ഷ്യം ഡോക്ടറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്, ട്യൂബ് ഇല്ലാത്തിടത്തെ ഓവറിയിൽ നിന്നും ഓവുലേഷൻ ഉണ്ടായി പ്രഗ്നൻസി ഉണ്ടായിരിക്കുന്നു. ട്യൂബില്ല. വൈദ്യശാസ്ത്രപരമായിട്ട് നമുക്കറിയാം, ഒരു അണ്ഡാശയത്തിൽ നിന്നും അണ്ഡവാഹിനി കുഴലിലൂടെ വന്ന് അണ്ഡവും ബീജവും ചേർന്ന് അവിടെ ഒരു എംബ്രിയോയായി ഗർഭപാത്രത്തിലേക്ക് മൂവ് ചെയ്ത് അങ്ങനെയാണ് പ്രഗ്നൻസി ഉണ്ടാകുന്നത്. അതാണ് വൈദ്യശാസ്ത്രം. ഞങ്ങളുടെ കാര്യത്തിൽ അവിടെ ട്യൂബില്ലാത്തിടത്ത് പ്രഗ്നൻസി ഉണ്ടാകുന്നു. അപ്പോൾ അന്നേരം ഞങ്ങൾ തിരിച്ചറിഞ്ഞു, മാതാവിൻ്റെ കൃപാസന അമ്മയുടെ പക്കൽ നമ്മളൊരു ഉടമ്പടിയിൽ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായി. താമസിക്കാതെ ലൂർദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ലൂർദ് ഹോസ്പിറ്റലിലെ ഈ വർഷത്തെ 2024 ജനുവരി മാസത്തിലെ ആദ്യത്തെ കുഞ്ഞാണ് എൻ്റെ ഈ മാത്തുക്കുട്ടി. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചാലും കൃപാസന മാതാവിൻ്റെ പക്കൽ നിങ്ങളുടെ അപേക്ഷ അങ്ങ് കൊടുത്താൽ മതി, ഉറപ്പായിട്ട് ഉത്തരവരുളി തന്നിരിക്കും.